നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. അതായത് ഒരുപാട് ആരോപണങ്ങൾ, പ്രതിഷേധങ്ങൾ, വെല്ലുവിളികൾ, മുന്നറിയിപ്പുകൾ എല്ലാം തൃണവൽക്കരിച്ച് അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മൾ പ്രതിപക്ഷം ഉറപ്പാണ്, അതായത് ഭരണപക്ഷം BJP CPM ഒക്കെ എതിർക്കും, സ്വാഭാവികമാണ്. പക്ഷെ അതിൽക്കാളുപരി പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു എതിർപ്പ് ഈ രാഹുലിനെതിരെ അത് ശക്തമായിരുന്നു. അപ്പോൾ ഇപ്പോൾ രാഹുൽ ഈ പാലക്കാട് വന്നത് അത് പ്രതിപക്ഷ നേതാവിനേറ്റ തിരിച്ചടിയായിട്ട് വിലയിരുത്താൻ സാധിക്കും? ഒരു തരത്തിൽ അങ്ങനെ തന്നെ ഒരു പ്രതിരോധം സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് പറയാം. ഒരു തിരിച്ചടി എന്ന് ഞാൻ പറയുന്നില്ല, ഒരു പ്രതിരോധം. അദ്ദേഹത്തിനെതിരെ ധൈര്യപൂർവ്വം രംഗത്തേക്ക് വന്നിരിക്കുക. ഈ രാഹുലിൻ്റെ ജൻസിയുടെ ഒരു പ്രതീകം തന്നെയാണ് അദ്ദേഹം. ആ തരത്തിൽ ഈ വെല്ലുവിളികളെയൊക്കെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരാനുള്ള ഒരു ധൈര്യം അത് അദ്ദേഹം കാണിച്ച ഒരു നല്ല കാര്യം തന്നെയാണ്. ഒരു താൻ പോരിമ കാണിച്ചുകൊണ്ട് രാഹുൽ അവിടെ കയറാൻ പാടില്ല, ഇവിടെ കയറാൻ പാടില്ല എന്നൊക്കെ അവിടെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിരുന്ന BJPക്ക് ഒരു തിരിച്ചടി തന്നെയാണ്. കാരണം ഈ ഒരു MLAക്ക് തൻ്റെ മണ്ഡലം സന്ദർശിക്കാൻ കഴിയില്ലെന്ന് പറയാം. എന്താ കാരണം ഇവർ കാണുന്നത്? ഏതോ ഒരു പെൺകുട്ടിയുമായിട്ട് അദ്ദേഹം നടത്തിയ ഫോൺ സംഭാഷണത്തിനുണ്ട്. അത് ജെനുവിനാണോ എന്ന് പോലും പരിശോധിക്കപ്പെട്ടിട്ടില്ല. ജെനുവിനാണോ എന്ന് ഇതുവരെ പരിശോധിക്കപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്തിട്ടില്ലാത്തവരാരാണ്? ഇതെങ്ങനെയാണ്? പെറ്റി കേസ് പോലും ആകാത്തവരാണ്. അവർ തമ്മിൽ സൗഹൃദത്തിൽ ഇൻ റിലേഷനിൽ ഇരുന്നപ്പോൾ ഉണ്ടായ സൗഹൃദ സംഭാഷണം. ഈ സൗഹൃദ സംഭാഷണം പബ്ലിക് ഡൊമൈനിൽ എങ്ങനെ വന്നു? ഈ സംഭാഷണം റെക്കോർഡ് ചെയ്തതുകൊണ്ട് അല്ലേ? റെക്കോർഡ് ചെയ്ത് വരില്ലല്ലോ. ഈ റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറ്റകരമാണ്. ഗർഭഛിദ്രം എന്ന് പറയുന്ന കാര്യമാണ് അതിൽ പറയുന്നത്. ഗർഭഛിദ്രം കുറ്റകരമല്ല. ആരെങ്കിലും നിർബന്ധിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ക്രിമിനൽ ഒഫൻസ് തന്നെയാണ്. ഈ ഗർഭഛിദ്രം എന്ന് പറയുന്ന കുറ്റമല്ല. നമ്മളിപ്പോൾ കാണുന്ന ഈ അന്തി സീരിയലുകളുണ്ടല്ലോ, അതിലൊക്കെ ധാരാളമായിട്ട് ഈ ഗർഭചിത്രങ്ങൾ കാണുന്നില്ലേ? അമ്മായിയമ്മ മരുമകളെയും കൂട്ടിക്കൊണ്ട് കട്ടറിട്ട റോഡിൽ കൂടി ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയിട്ട് ഗർഭം അലസിപ്പിക്കുന്ന എത്ര രംഗങ്ങൾ നമ്മൾ കാണുന്നു. കേരളീയരെ പഠിപ്പിച്ചു വിടുമല്ലേ ഗർഭ അലസിപ്പിക്കാനുള്ള മാർഗങ്ങൾ? അതൊക്കെ അങ്ങനെയൊക്കെ ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു. ഇതൊന്നും ഒരു നിസ്സാര കാര്യമായിട്ടേ കണക്കാക്കുന്നുള്ളൂ. ആ രീതിയിലാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ വരെ ഉപേക്ഷിച്ചുകൊണ്ട് കാമുകൻ്റെ കൂടെ പോകുന്ന സ്ത്രീകൾ വാർത്തകളായിട്ട് വരുന്നില്ലേ? അത്ര ഒരു സമൂഹമാണ്. ആ ഒരു സമൂഹം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ ആസ്പിറേഷൻസ് എന്ന് പറയുന്നത് പഴയ തലമുറയുടെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. സദാചാര വേലിക്കെട്ടുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല അവരുടെ സാമൂഹിക ജീവിതം. വളരെയധികം ലിബറലായിട്ടുള്ളൊരു സൊസൈറ്റി, അവരുടെ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കുക എന്നുള്ള അതിൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അനുവദിക്കാത്ത ഒരു ന്യൂ ജൻസി സമൂഹമാണ്. പിന്നെ ഇൻ്റർനെറ്റ് ആകാശ തരംഗങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വിദേശ രാജ്യങ്ങളിലെ ജീവിതങ്ങൾ, കുത്തഴിഞ്ഞ ജീവിതങ്ങൾ, ലിബറലായിട്ടുള്ള ഇടപെടലുകൾ, ഇതെല്ലാം കണ്ടും ആഗോള ഗ്രാമമായിട്ടല്ലേ ചുരുങ്ങിയിരിക്കുകയല്ലേ, ലോകം ചുരുങ്ങിയിരിക്കുകയല്ലേ. അപ്പോൾ അതെല്ലാം കണ്ടും ആസ്വദിച്ചും അനുഭവിച്ചും ഒക്കെ വരുന്ന ഒരു തലമുറ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. വിദേശ രാജ്യങ്ങളിൽ പോയി അവിടുത്തെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്ന വിദ്യാർത്ഥികൾ, അവിടെ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ, അവർ തിരിച്ചു വരുമ്പോൾ ഇത് നമുക്ക് ആ ഒരു ലിബറലായിട്ടുള്ളൊരു സമൂഹം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ അംഗീകരിക്കണം. അതിൻ്റെ ഫലമായിട്ട് റിലേഷൻസ് ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും അതും നടക്കാത്തതാണോ? എപ്പോഴും നടക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഏറ്റവും അടുത്ത് ഞാനൊരു സർവേ വായിച്ചത് പരസ്ത്രീകളുമായിട്ട് ബന്ധമുള്ള പുരുഷന്മാരുടെ എണ്ണം കേരളത്തിൽ കൂടി വരികയാണെന്നാണ്. പരസ്ത്രീകൾ ഓരോരുത്തരുടെയും റിലേഷൻഷിപ്പ് ഒരു പത്നിയുമായിട്ട് മാത്രമല്ല, ഒരു ശരാശരി 14 പേരുമായിട്ട് ബന്ധമുണ്ട് പുരുഷന്മാർക്കെന്നാണ് പറയുന്നത്. അത്തരം ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതേസമയം തന്നെ എല്ലാ വിധത്തിലുള്ള, ഞാനൊരു സെക്സോളജിയുടെ ക്ലാസ് എടുക്കുകയല്ല, എല്ലാ വിധത്തിലുള്ള പെർവേർഷൻസും ഉള്ള ഒരു സമൂഹം കൂടിയാണ് ഞാൻ. പെർവേർഷൻസ്, ഞരമ്പ് രോഗങ്ങൾ, പച്ച മലയാളത്തിൽ പറഞ്ഞു, പ്രകൃതി വിരുദ്ധതകൾ നിറഞ്ഞ സമൂഹം. സിനിമാ നടന്മാരും പോലും അങ്ങനെയുള്ള റിലേഷൻസ് കാത്തു സൂക്ഷിക്കുന്ന, സെക്ഷുവലായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള അരാജകത്വം നിറഞ്ഞ ഒരു സൊസൈറ്റിയും കൂടാണ് പലതരത്തിലും നമ്മൾ കാണുന്നുണ്ട്. ഈ സ്റ്റെയറിങ് എന്ന് പറയുന്ന ഇതുപോലുള്ള ഒരു സമൂഹമല്ല. സ്റ്റെയറിങ് എന്താണ്? സ്റ്റെയറിങ് തുറിച്ചുനോട്ടം ഇത്ര ബീഭത്സമായിട്ടൊരു സമൂഹമില്ല. ഇറച്ചി കണ്ട പട്ടിയെ പോലെയാണ് സ്ത്രീകളെ കാണുമ്പോൾ ചില പുരുഷന്മാർ, പ്രായമായവർ പോലും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് അവസ്ഥാന്തരങ്ങളുണ്ട്, ഒരുപാട് പെർവേഷൻസ് ഉണ്ട്, എല്ലാത്തിലേക്കും പോകുന്നില്ല. അപ്പോൾ ലൈംഗികമായ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സമൂഹം ഒരു വശത്ത്,
ലൈംഗികമായിട്ടുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു സമൂഹം ഒരു വശത്ത്. ഈ രണ്ട് സമൂഹങ്ങളുടെ ഒരു സംഘാതമാണ് നമ്മുടെ ഇന്നത്തെ ഈ കേരള സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊരു മധ്യമാർഗം അത് തന്നെയാണ് ഏറ്റവും ആശാസ്യമായിട്ടുള്ളത്. അനാശാസ്യമായിട്ടുള്ള ബന്ധങ്ങൾ, കുടുംബ ഭദ്രത തകർക്കുന്ന ബന്ധങ്ങളിലേക്ക് പോകാതെയുള്ള രീതിയിലുള്ള ഒന്നാണ് നമുക്ക് വേണ്ടത്. എക്സ്ട്രീംസിലേക്ക് പോകുന്നത് എപ്പോഴും അപകടകരമാണ്. കുടുംബ ബന്ധങ്ങൾ, തകരാതെയുള്ള ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരുമാണ്. അപ്പോൾ ഇതൊരു നേരിയ ഒരു നൂലേണി പോലെ വളരെ നേരിയ ഒരു പാതമാണ്. ബാലൻസ് എപ്പോഴും തെറ്റിപ്പോകാവുന്ന തരത്തിലുള്ളൊരു പാതയാണെന്നുള്ളതും സമ്മതിക്കണം. പറയുന്നത് പോലല്ല നമ്മുടെ വികാരങ്ങളുടെ പ്രവർത്തനങ്ങൾ നടക്കുക എന്നുള്ളത് മനസ്സിലാക്കാം. ചില ദുർബല നിമിഷങ്ങളിൽ തെറ്റുകൾ പറ്റുകയും ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആ ദുർബല നിമിഷങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്, ആ ആസ്പിറേഷൻസിൻ്റെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള നമ്മൾ പണ്ട് പറയും സ്ത്രീകളൊക്കെ വീട്ടിനുള്ളിൽ കഥ കടച്ചിടിക്കണം, അടുക്കളയിൽ ഇരിക്കണമെന്ന്. അങ്ങനെയുള്ള പെൺകുട്ടികളല്ല ഇപ്പോൾ. വഴിയിൽ നേരെ തട്ടുകടകളിലുമൊക്കെ പോയി ചായ കുടിക്കുകയും ആണുങ്ങളുമായിട്ട് സംസർഗത്തിലേർപ്പെടുകയും ചെയ്യുന്ന സ്ത്രീകളാണ് സുഹൃത്തുക്കൾ. ഈ സൗഹൃദം പലപ്പോഴും വർദ്ധിച്ചിട്ട് പരസ്പരമുള്ള ബന്ധങ്ങളിലേക്ക് പോകുന്ന സമൂഹമാണ്. ഇതെല്ലാ തലങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷേ സ്ത്രീയുടെ സമ്മതപ്രകാരമല്ലാതെ ഇത് നടന്നാൽ അത് പീഡനമാണത്, ശിക്ഷാർഹമാണ്, ക്രിമിനൽ ഒഫൻസാണ്. പലപ്പോഴും ഇവിടെ സംഭവിക്കുന്ന ഒരു ചതിയെന്ന് പറഞ്ഞാൽ ഈ ഒരു നിയമത്തിൻ്റെ തണലിൽ പരസ്പര സമ്മതപ്രകാരം, ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധങ്ങളിൽ ഏർപ്പെട്ട ശേഷം പിന്നീട് ഇയാൾ എന്നെ പീഡിപ്പിച്ചു എന്നുള്ള കേസുകൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സത്യം എന്താണെന്ന് നമുക്കറിയില്ല. ഇവിടെ എങ്ങനെ ഒരു പരാതിയേ വന്നിട്ടുണ്ടോ? ഇപ്പോൾ വരെ പോലീസിൽ ഒരു പരാതിയും കൊടുത്തിട്ടില്ല. പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ട് പേടിച്ചിട്ടാണ്. എന്ത് സ്വാധീനമാണ്? കേരളത്തിലെ ഈ ലിബറൽ സമൂഹത്തിൽ MLAക്ക് എന്ത് കുന്തമാണ് ചെയ്യാൻ കഴിയുന്നത്? ഒരു കുന്തവും ചെയ്യാൻ പറ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാ ഗുണ്ടാ നേതാവ്? ഗുണ്ടകളൊക്കെ കാര്യം ഗുണ്ടായുസമൊക്കെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. പെണ്ണൊരു പരാതിയുമായിട്ട് കോടതിയിൽ പോയാൽ തടയാൻ പറ്റുമോ? അവളെ പോകാൻ പറ്റുമോ? അങ്ങനെയുള്ളൊരു മാഫിയ രാജ്യമുള്ള ഒരു സമൂഹമൊന്നും അല്ല കേരളത്തിലേത്. പോലീസ് പിടിച്ചു വെക്കും. അതാണ് ജനാധിപത്യത്തിൻ്റെ ശോഭ. ഇപ്പോൾ ഒരു പരാതി വന്നാൽ ഇപ്പോഴും പരതിക്കൊണ്ടിരിക്കുക, ഇദ്ദേഹത്തിനെതിരെ ഒരു യന്ത്രാന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലും വകുപ്പുണ്ടോ പിടിച്ച് ജയിലിലിടാൻ. അതാണ് സത്യം. അപ്പോൾ ഇദ്ദേഹം താരതമ്യേന കുഴപ്പം കുറഞ്ഞൊരു വ്യക്തിയാണ്. ഇനി നിയമസഭയിലേക്ക് വന്ന ഒന്ന് മുകേഷാണ്. പല സ്ത്രീകളും പരസ്ത്രീ സംഗമം ആക്ഷേപിച്ച ഒരാളാണ് അദ്ദേഹം. ഒരു കുഴപ്പവുമില്ലാതെ അദ്ദേഹം അവിടെ ഇരിക്കുന്നു. അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. ഒരു പ്രശ്നവുമില്ല അദ്ദേഹത്തിന്. ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങുകളിലും അങ്ങനെ പൊതുചടങ്ങുകളിലുമൊക്കെ പങ്കെടുത്തുകൊണ്ട് വിലസുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെക്കുറിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും പബ്ലിക് ഡൊമൈനിലില്ലേ? അതവരുടെ പേര് വെച്ചും അവർ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടും പറയുന്നതല്ലേ? ചങ്കു പൊട്ടുന്ന വർത്തമാനങ്ങളല്ലേ പറഞ്ഞത്? ചവിട്ടുകയും തൊഴിക്കുകയും. സ്ത്രീ പീഡനമല്ലേ? ഒരു സ്ത്രീ പീഡകനല്ലേ അദ്ദേഹം? ഭാര്യാപീഡകനും കൂടിയല്ലേ? എന്തേ അദ്ദേഹം അസംബ്ലിയിൽ വരുന്നു, നടപടികളിൽ പങ്കെടുക്കുന്നു? കുറ്റാരോപിതനല്ലേ? കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടവനല്ലേ? അതുപോലെ എൽദോസ്, വിൻസെൻ്റ്, ഇവരെല്ലാം കുറ്റാരോപിതരല്ലേ? എന്തേ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം പശവൻ പക്ഷിയ അദ്ദേഹം ചെയ്തതിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. തെറ്റ് തന്നെയാണ്. മന്ത്രി ഗണേഷ് കുമാറില്ലേ? PK കുഞ്ഞാലിക്കുട്ടിയില്ലേ? ഇവരുടെ പേരിലൊക്കെ സംശുദ്ധമായ വ്യക്തിത്വങ്ങൾ എന്ന് ആരോപിക്കാൻ പറ്റുമോ? അതുപോലെ വനം വകുപ്പ് മന്ത്രി മോശക്കാരനാണോ? ആ തൻ്റെ തെറ്റ് അത് ഒരു പെൺകുട്ടി പറഞ്ഞതാണ്. ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ എന്തൊരു അശ്ലീലമായിരുന്നു, അത് ഇന്ന് വരെ നിഷേധിച്ചിട്ടുണ്ടോ? അപ്പോൾ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ വേണം കല്ലെറിയാൻ. ആരുണ്ട് നിങ്ങളിൽ പാപം ചെയ്യാത്തവരായിട്ട്? പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം ഇതൊന്നും പാടില്ല എന്നെങ്ങനെ വെക്കാൻ പറ്റും? ആദ്യം നിങ്ങൾ നന്നായി കാണിക്കുക, മാതൃക കാണിക്കുക. ചെറുപ്പക്കാരനായി ഇയാൾക്ക് വഴി കാണിച്ചു കൊടുക്കുക.